വന്നിരിക്കുന്നത് ഒരു പെരുന്നാൾ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ്. അപ്പോൾ പെരുന്നാളാണ്, എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവരും വീട്ടിലൊക്കെ എല്ലാവരും ഫ്രണ്ട്സും കുടുംബമൊക്കെ ആയിട്ട് സെറ്റായിട്ടൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പെരുന്നാളിൽ നല്ല അടിപൊളിയാക്കാനുള്ളതാണ്. എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകാനുള്ളതാണ്. സോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ എന്ന് വിചാരിച്ച്. അപ്പോൾ എങ്ങനെയുണ്ട് മെഹന്തി ഞാൻ ഇട്ടതാണ്. അധികമൊന്നും അറിയില്ല, എന്നാലും നമ്മൾ പെരുന്നാളാകുമ്പോൾ ഒരു പെരുന്നാൾ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് മെഹന്തിയും പിന്നെ ഒരു വെസ്റ്റേൺ ഡ്രസ്സിൽ നിന്നൊന്ന് മാറിയിട്ട് ഒരു ചുരിദാർ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഡ്രസ്സാണല്ലോ പെരുന്നാളെന്നൊക്കെ പറയുമ്പോൾ ഏത് ഡ്രസ്സ് ഇട്ടാലും കുഴപ്പമില്ല. എന്നാലും എനിക്ക് പേഴ്സണലി ഇപ്പം കുറച്ച് ഇതായിട്ടാണ് ഒരു ചുരിദാറൊക്കെ എടുക്കണം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ പിക്സൊക്കെ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫസ്റ്റായിട്ട് എടുക്കുന്ന പ്രോഡക്റ്റ് ഏതാ വെച്ചാൽ നിവ്യേൻ്റെ മോയ്സ്ചറൈസറാണ്. നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ നമ്മൾ കഴുത്തിനെയും മറക്കരുത്. നമ്മൾ കഴുത്തും നമ്മുടെ ഫേസിൻ്റെ ഒക്കെ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ഓക്കെ. നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് സൺസ്ക്രീനാണ്. മഴക്കാലമാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മഴ കാണുന്നില്ല, വെയിലാണ്. ഓക്കെ, മഴ പെയ്താൽ മതിയോ? ഓക്കെ, അപ്പോൾ നമ്മൾ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അക്വാലോജിക്കൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. റേഡിയൻസ് ഡ്യൂയി സൺസ്ക്രീനാണ്. നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഫിംഗർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ 3. അപ്പോൾ ഞാനിവിടെ 2 ആണ് എടുക്കുന്നത്. 2 ഫിംഗർ എടുത്ത് അപ്ലൈ ചെയ്യാം. നമ്മൾ വേറെ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിലും ശരി, സൺസ്ക്രീൻ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചുള്ള സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. കാരണം നമ്മൾ അങ്ങനെ വെയിലൊക്കെ കൊണ്ടിട്ട് കരിവാഴ്ചയൊക്കെ എടുക്കൂലേ, അപ്പോൾ അതൊക്കെ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മാറുന്നതാണ്. അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ SPF 15+ വരുന്നതാണ് കേട്ടോ. SPF 15+ വരുന്നതാണ്. അങ്ങനെയുള്ള സൺസ്ക്രീൻ വാങ്ങണം. കാരണം അതിൻ്റെതായിട്ടൊക്കെ കൊല്ലം നമ്മളെ UV പ്രൊട്ടക്ഷനൊന്നും അത്ര വലിയ ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളെ സ്കിൻ ടൂണിനനുസരിച്ചുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. മാക്സിമം SPF 50+ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ സൺസ്ക്രീൻ പറയുകയാണെങ്കിൽ കുറേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കൻ്റെതാണ്. വേറെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡോക്ടർ ഷെത്തിൻ്റെ ഉണ്ട്, നല്ല സൺസ്ക്രീനാണ്. അതുപോലെ തന്നെ മറ്റേ ലാക്മി, ഡോട്ടക്കി, അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട് വെച്ചാൽ കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഈ സൺസ്ക്രീനിൻ്റെ ഒക്കെ റിവ്യൂ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് നമ്മളെ എൻവൈബാൻ്റെ 3-in-1 ഫൗണ്ടേഷനാണ്. ഓക്കെ, ഇത് പറഞ്ഞാൽ പ്രൈമർ, ഫൗണ്ടേഷൻ പ്ലസ് സിറം അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് എന്താ പറയുക, പെരുന്നാളല്ലേ, കുറച്ച് മുഖമൊക്കെ കുറച്ച് ഗ്ലോയി ആയി നിൽക്കാൻ വേണ്ടിയിട്ട് എൻവൈബാൻ്റെ തന്നെ ഒരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാണ്. അതായത് ജസ്റ്റ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എടുക്കാം. ഇത്ര എമൗണ്ടാണ് ഞാൻ എടുക്കുന്നത്, വേണമെങ്കിൽ എടുക്കാം. ഓക്കെ,
ഇങ്ങനെയാണ് എടുത്തതിന് ജസ്റ്റ് മിക്സ് ചെയ്യുക. ഭയങ്കര ക്രീമി ടെക്സ്ചറാട്ടോ ഇത്. നല്ല അടിപൊളി ഫൗണ്ടേഷനും അടിപൊളി, സ്ട്രോക്ക് ക്രീമും അടിപൊളി. എന്താ അപ്ലൈ ചെയ്തത്. ഞാൻ കുറച്ചുകൂടെ ഫൗണ്ടേഷൻ എടുക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തു, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ സൺസ്ക്രീൻ, ഈ മൂന്നുമാണ് യൂസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐലൈനർ. ഓക്കെ, എൻവൈബേൻ്റെ തന്നെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഞാൻ ഇന്നലെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പം അതും ആ വീഡിയോയിൽ തന്നെ ഉണ്ട്. നല്ല എന്താ പറയുക, സ്മഡ്സ് പ്രൂഫാണ്. അതായത് പോവുക വെച്ചാൽ നമ്മൾ കുറച്ച് നന്നായിട്ട് അത് ഒഴിവാക്കാൻ നോക്കിയാലും അത് പോകുന്നില്ല. പിന്നെ വെള്ളമൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഒന്ന് റിമൂവ് ചെയ്താലേ ഉള്ളൂ ഈ ഐലൈനർ പോകുള്ളൂ. അടിപൊളിയാണ് കേട്ടോ. നല്ല ബ്ലാക്ക്, ഇത് ഗ്ലോസി ഐലൈനർ കേട്ടോ ഞാൻ വാങ്ങിയത്. സൈഡിൽ കൂടെ ഒരു ഇത് കൊടുക്കലുണ്ട്. താഴത്തെയാണ് ഐലൈനർ എഴുതുന്നത് വളരെ കുറവാണ്. പക്ഷേ ഞാൻ ഈ കണ്ടോ ഈ ഒരു സൈഡിൽ കൂടെ ഇല്ല, ഈ ഒരു ടച്ച് ഞാൻ കൊടുക്കലുണ്ട്. എനിക്കൊരു പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഐഷാഡോ ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. ഐലൈനർ മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. പണ്ടുണ്ടായിരുന്നു ഐഷാഡോ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യലുണ്ടായിരുന്നു. ഇപ്പോൾ ആ പണിയൊന്നുമില്ല. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് ഞാൻ ഇന്നലെ വാങ്ങിയ എൻവൈബാൻ്റെ പ്രോഡക്റ്റ്സിൽ നിന്ന് എനിക്കൊരിത് ഫ്രീ കിട്ടിയിരുന്നു. അതായത് പിങ്ക് സ്ട്രോപ്പ് ക്രീം. അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് അതിങ്ങെടുത്തേക്കണേ. ഓക്കെ, ഇതൊരു ടെസ്റ്റർ പോലെയാണ്. അതിനകത്തൊന്നുമില്ല, കുറച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഓഫർ ഉണ്ട്. ആ കാർഡിൽ തന്നെ ഒരു സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്താൽ ഒരു പെർസെൻറ്റേജ് ഓഫറൊക്കെ ഉണ്ട്. ഇതാണ് പ്രോഡക്റ്റ്. കണ്ട ഒരു പിങ്കി ഷെയ്ഡ് വരുന്നുണ്ടോ? നമുക്ക് ഇട്ടോക്കാം. അപ്പം തന്നെ അത് പിങ്കി ആയിട്ടാണ് ഉള്ളത്. നല്ല പിങ്ക്.
അത് ഈ രണ്ട് ഭാഗം കണ്ടില്ലേ, ഇവിടെ നല്ല പിങ്കി ആൻഡ് ഗ്ലോസി ആയിട്ട് വരുന്ന കേട്ടോ. അത് പ്രൊഡക്റ്റ് സംഭവം അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ ഗോൾഡൻ സ്ട്രോക്ക് ക്രീമാണ് വാങ്ങിയത്. ഇതും സ്ട്രോക്ക് ക്രീമാണ്, പക്ഷെ ഞാൻ ഇതിൻ്റെ ഗോൾഡൻ ആണ് വാങ്ങിയത്. ഓക്കെ ഓക്കെ, എവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ താല്പര്യമുള്ള അവിടെയൊക്കെ ജസ്റ്റ് നിൽക്കാൻ മതി. ഓക്കെ, ഞാൻ ബാക്കിയുള്ളത് ജസ്റ്റ് ഫൗണ്ടേഷൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയയിൽ ഒന്ന് പ്ലേ ചെയ്യട്ടെ, നന്നായിട്ടാക്കാം. അതായിരിക്കും ബെറ്റർ. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അത് ഒരു ഫേസിലേക്കുള്ള സാധനം ഉണ്ട്. ഇത് ഫുള്ള് നല്ല ഗ്ലോ വരുന്ന കണ്ടില്ലേ ഇവിടെയൊക്കെ. യെസ്, അപ്പോൾ പ്രോഡക്റ്റ് അടിപൊളിയാണ്. വാവ്, സെറ്റാട്ടത്. ഓക്കെ, ഇത് അടിപൊളിയാട്ടോ. നല്ല ഗ്ലോ വന്നില്ല. നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗോൾഡൻ സ്ട്രോപ്പ് ക്രീമിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത് പിങ്ക് സ്ട്രോപ്പ് ക്രീം ആട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങുമ്പോൾ ഈ ഒരു പിങ്കിഷ് കളറും കുറച്ചുകൂടെ ഗ്ലോയി ആയിട്ട് തോന്നുന്നെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇതിൽ നമുക്ക് അത്ര ഒരു ഇത് കിട്ടൂല. എനിക്കിത് കണ്ടപ്പോഴാണ് അത് സംഭവം സത്യത്തിൽ മനസ്സിലായത്. സംഭവം സൂപ്പർ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊരു കുറച്ചൊരു റെഡ് കളർ വരുന്നൊരു ലിപ് ബാമാണ്. ഓക്കെ, ഇതാട്ടോ ലിപ് ബാം. ഓക്കെ, അടുത്ത് നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്. ഇത് ഞാൻ എൻവൈബാൻ്റെ വാങ്ങിയതാണ്. ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ലിപ്പ് മെൽ ഫസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 5-in-1 ലിപ്സ്റ്റിക്കാണിത്. ഇതിലേത് ഷെയ്ഡ് യൂസ് ചെയ്യണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത് നോക്കിയിട്ട് എടുക്കാം. നോക്കണേക്കാളും ഭേദം ഇത് എടുക്കണോ, ഏത് ലിപ്സ്റ്റിക്ക് എടുക്കണം എന്ന് എനിക്ക് ഡൗട്ടാണ് ആക്ച്വലി. ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ്, അത് വേണ്ട. ഈ ഒരു ലിപ്സ്റ്റിക്ക് എടുക്കാം. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം. ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അടിപൊളി ലിപ്സ്റ്റിക് ആട്ടോ അത്. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഷെയ്ഡ്. നല്ല രസമുണ്ട് ഈ ഷെയ്ഡ്. എനിക്ക് ഇഷ്ടമായി. ഈ കോസ്റ്റ്യൂമിനും ഒരു ഓക്കെയാണ്. സെയിം. ഓക്കെ, നല്ല ലിപ്സ്റ്റിക്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടോ ഇത്. ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. നല്ലൊരു എന്താ പറയുക, ക്രീമി ടെക്സ്ചറാണ്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാട്ടോ. ഭയങ്കര സെറ്റാട്ടോ അത്. നല്ല ഇത് നമുക്ക് ചുണ്ടുമേൽ ഇട്ടിക്കണമെന്ന് തന്നെ തോന്നൂല. ആ ഒരു ടൈപ്പില്ല. നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആട്ടോ ഗൈസ്. എല്ലാവരും മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇതിലാ 5 എണ്ണം ഉണ്ട്. മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഓക്കെ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ നമ്മളെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിരിക്കണ. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് കുറച്ച് ജ്വല്ലറി യൂസ് ചെയ്യുക. ജ്വല്ലറി പറഞ്ഞാൽ അതിനകത്തൊന്നുമില്ല, വളരെ കുറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ റിങ്സ് ആണ് നോക്കുന്നത്. ഏത് ഇയർ റിങ്സ് ഇടണം എന്ന് എനിക്ക് ഡൗട്ടാണ്. ഇത് ഇടണോ
അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഇതിടണോ, അല്ലെങ്കിൽ ഇതൊന്നും എതിരായിട്ട് ഇട്ടിയില്ല. ഏതിടണം എന്നാണ് ഡൗട്ട്. അവിടെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ അതിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഒരു ഇയറിങ്സ് ഇടാൻ വിചാരിച്ചത് കാരണം കൂട്ടത്തിൽ അത്യാവശ്യം വലുത് ഇതാണ്. ഞാൻ വേറെ അങ്ങനെ ചെയിനോ കാര്യങ്ങളോ ഒന്നും ഇടില്ല, റിങ്ങും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു കുറച്ച് പിള്ളേർ കുറച്ച് വലിയൊരു ഇയറിങ്സ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിടാം. അപ്പോൾ ഞാൻ ഇയറിങ്സ് ഇതാണ് ഇട്ട്. അടിപൊളി. പിന്നെ ഞാൻ ഒരു ബാങ്കിൾസ് യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട്. ഈ ഒരു ബാങ്കിൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു. ഇതായിട്ട് അങ്ങനെ യൂസ് ചെയ്തില്ല. പക്ഷേ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ വിചാരിച്ചു. എനിക്ക് ബാങ്കിളാണ്. ഇതെങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല, എനിക്കിത് പറ്റും. അങ്ങനെ ഈ ഒരു ബാങ്കിൾ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് ഇതിലായിട്ട് ഞാനിങ്ങനെ വെസ്റ്റേൺ ഡ്രസ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിലായിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ഒരു ബാങ്കിൾസ് ഇട്ട്. സംഭവം നൈസാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ഞാൻ ജ്വല്ലറി ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ പിന്നെ ഹെയർ സ്റ്റൈൽ എന്ന് പറയാനൊന്നും അങ്ങനെ ഹെയർ സ്റ്റൈൽ ഞാൻ ഇതാക്കുന്നില്ല. ജസ്റ്റ് ഞാൻ സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ട് മുടി ഒന്ന് അങ്ങും ഇങ്ങും വാരുക, അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ ചെയ്യില്ല. പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നും ഞാൻ വിചാരിച്ചില്ല. സോ ഇതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഷോളൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എന്താ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞ് ഷോളൊക്കെ ഇട്ട് സെറ്റായി. അപ്പോൾ ഈ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലും പെട്ടിയിലേലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഈദ് മുബാറക്. ബൈ.